ബാക്ക് ടു ഹൃദയപൂർവ്വം മനച്ച. അപ്പൊ നമ്മൾ ഇന്ന് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു സന്തോഷ വാർത്ത കൂടെ പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്നലെ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട അടൂരുള്ള അനാഥാലയത്തിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയം നമ്മൾ പറയാൻ തന്നെ കാരണം, മുന്നേ ഉള്ള സംഭവങ്ങളെക്കാൾ ഉപരി ഇനി അവിടെ ഒരു താമസിക്കുന്ന കുട്ടികൾ, അനാഥ കുട്ടികൾ, പെൺകുട്ടികൾ, മുന്നത്തെ കുട്ടി ചൂഷണം ചെയ്യപ്പെട്ട പോലെയോ അല്ലെങ്കിൽ മുന്നത്തെ കുട്ടിക്ക് ഉണ്ടായ ആ ഒരു വിഷയം ഇനി ഒരു കുട്ടിക്ക് ഉണ്ടാവരുത് എന്നൊരു ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു ആ ഒരു വിഷയം ഇന്നലെ എടുത്തത് അല്ലെങ്കിൽ സംസാരിച്ചത്. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ഉദ്ദേശത്തിലായിരുന്നു അത് കാര്യം തുടങ്ങിയത്. അപ്പൊ അതിനുള്ള റിസൾട്ട് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഒരു ഉച്ചയോടുകൂടി തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേ ഉള്ളായിരുന്നു. CWC അവിടുത്തെ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടണം, നടപടികൾ സ്വീകരിക്കണം, അവിടുത്തെ നിലവിലുള്ള കുട്ടികളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റണം, ശ്രദ്ധ ഉണ്ടാവണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഇന്ന് ഉച്ചയോടുകൂടി ആ ഒരു വാർത്ത എല്ലാ ചാനലിലും വന്നിട്ടുണ്ട്. ഉഡായിപ്പ് ഗിരിജയുടെ അനാഥാലയത്തിന്റെ ലൈസൻസ് തന്നെ റദ്ദാക്കും എന്നാണ് വാർത്തയിൽ കേട്ടിട്ടുള്ളത്. പിന്നെ അവിടുത്തെ കുട്ടികളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റാനും CWC തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിലവിൽ ഉഡായിപ്പ് ഗിരിജയും മകനും ഒളിവിലാണ് എന്നുള്ളൊരു വാർത്തയും കൂടെ അല്ലാണ്ട് വ്യക്തിപരമായിട്ട് പല സോഴ്സുകളിൽ നിന്നും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ കേസിന്റെ വഴിക്ക് പോട്ടെ. എന്തായാലും ഉദ്ദേശിച്ച കാര്യം സക്സസ്. നമുക്ക് ആ കുട്ടികളെ സേഫ് ആക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനും പലരും ഒക്കെ യൂട്യൂബറിൽ റിയാക്ട് ചെയ്യുന്നവര്. ചിലപ്പോ ഇത് നമ്മൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് സ്വാധീനം കൊണ്ട് ഒതുക്കപ്പെടേണ്ട ഒരു വിഷയം, ഒതുക്കി പോകുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷെ എന്തായാലും നിലവിൽ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു. ആ ഒരു അനാഥാലയത്തിന്റെ മറയിൽ പല കാര്യങ്ങളും ഇനിയും സംസാരിക്കാനുണ്ട്. അവിടുത്തെ അന്തേവാസികളായ ചിലരുടെ മരണം, ചിലർക്ക് കിട്ടിയ കുറച്ച് ക്രൂര പീഡനങ്ങള്, അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് ഇനിയും പുറത്തോട്ട് വരേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം. പക്ഷെ ഇപ്പൊ നിലവില് ഞാൻ ആ ടോപ്പിക് എടുത്തതിന്റെ ഉദ്ദേശം നടന്നു, സക്സസ് ആയിട്ടുണ്ട്. കുട്ടികൾ സേഫ് ആകണം. അപ്പൊ ഇന്ന് ആ വിഷയമല്ല സംസാരിക്കുന്നത്. ഇന്ന് നമ്മള് ന്യൂസിൽ കണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനു മുന്നേ കുറെ നാൾക്ക് മുന്നേ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു വിസ്മയ കേസ്. വിസ്മയ കേസ് ഐ തിങ്ക് ഭൂരിഭാഗം ആൾക്കാർക്കും അതിനെ കുറിച്ച് അറിയാമെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 4 വർഷം മുന്നേ ഒരു പെൺകുട്ടി ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന്, സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരണപ്പെട്ടു എന്നൊരു വാർത്തയും അതിനെ കുറിച്ചുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് ആ കേസിന് ഒരു സുപ്രധാനമായ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതിന് പ്രതിയായ, അതായത് വിസ്മയുടെ ഭർത്താവായ കിരൺകുമാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതോടെ ഇവിടുത്തെ കീഴ്ക്കോടതി വിധിച്ച ശിക്ഷ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഇന്ന് ന്യൂസിൽ. അപ്പൊ നമുക്ക് ഇന്ന് ആ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കംപ്ലീറ്റ്ലി ആ ഒരു വിധി സ്റ്റേ ചെയ്തിട്ടില്ല. ആ ഒരാൾക്ക് ശിക്ഷ കിട്ടിയ സമയത്ത് അവര് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹൈക്കോടതി ആ ഒരു കേസ് പെൻഡിങ്ങിൽ വെച്ച് കുറച്ച് നാളായി, വർഷങ്ങളായിട്ട് അത് പെൻഡിങ്ങിൽ തന്നെ ഇരുന്ന സമയത്ത് ഇവര് ഡയറക്റ്റ് സുപ്രീം കോടതിയിലോട്ട് പോയി. അപ്പോ സുപ്രീം കോടതി ഇപ്പൊ കൊടുത്തിരിക്കുന്ന വിധി, ഹൈക്കോടതിയുടെ തീരുമാനം വരുന്നത് വരെ സുപ്രീം കോടതി മറ്റേ വിധിയെ, അതായത് കീഴ്ക്കോടതി വിധിച്ച വിധിയെ സ്റ്റേ ചെയ്തിരിക്കുന്നു. കൂടാതെ കിരണ് ജാമ്യവും കൊടുത്തിരിക്കുന്നു. അപ്പോ ഏകദേശം എല്ലാവർക്കും അറിയാമെങ്കിലും ചിലർക്കൊന്നും ചിലപ്പോൾ ഇപ്പോഴും അറിയില്ല. നമുക്ക് ആ ഒരു വാർത്ത എന്താണെന്നൊന്ന് വിശദമായിട്ടൊന്ന് വായിച്ചു നോക്കാം. വാർത്ത ഇവിടെ. സ്ത്രീധന പീഡനത്തെ തുടർന്ന് BAMS വിദ്യാർത്ഥിനി വിസ്മയ ഭർതൃഗൃഹത്തിൽ ജീവനൊടുക്കിയ കേസിലെ പ്രതിയായ ഭർത്താവ് കിരൺകുമാറിന് ജാമ്യം. ശിക്ഷാവിധി മരവിക്കണമെന്ന ഹർജി സുപ്രീം കോടതി അംഗീകരിച്ചു. വിസ്മയ ജീവനൊടുക്കിയ കേസിൽ തനിക്കെതിരായ ശിക്ഷ മരവിപ്പിക്കണം, ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് കിരൺകുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്ന് കാണിച്ച് കിരൺകുമാർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ തീരുമാനമെടുക്കും വരെയാണ് ശിക്ഷാവിധി മരവിപ്പിച്ചത്. BAMS വിദ്യാർത്ഥി വിസ്മയെ ഭർത്താവും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ കിരൺകുമാറിന്റെ വീട്ടിൽ 2021 ജൂൺ 21 തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പൊ പറഞ്ഞത് കറക്റ്റ്, ഏകദേശം 4 വർഷം. 100 പവൻ സ്വർണം, 1 ഏക്കർ വസ്തു, 12 ലക്ഷം രൂപയുടെ ടൊയോട്ട യാരിസ് കാർ എന്നിവയാണ് വിസ്മയക്ക് സ്ത്രീധനമായി നൽകിയത്. ഈ ഒരു പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞ ഈ വിഷയം സംസാരിക്കേണ്ടതിന്റെ അത്യാവശ്യം എന്താണ്. 1ഉം 2ഉം തുകയൊന്നുമല്ല, 100 പവൻ സ്വർണം, 1 ഏക്കർ വസ്തു, 12 ലക്ഷം രൂപയുടെ ടൊയോട്ട യാരിസ് കാർ. ഈ ഒരു വിഷയത്തിൽ എനിക്ക് മറ്റൊരു വശം സംസാരിക്കാനുള്ളത് ഇവിടെയാണ്. നമുക്കിപ്പോ സംസാരിക്കാം.
6 മാസം തികയും മുമ്പ് കാർ മോശമാണെന്നും മറ്റൊന്ന് വാങ്ങാൻ 10 ലക്ഷം നൽകണമെന്നും വിസ്മയുടെ അച്ഛനമ്മമാരോട് കിരൺ ആവശ്യപ്പെട്ടു. ഇതോടെ വിസ്മയെ ഭർത്തഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ അടുത്ത ദിവസം തന്നെ അച്ഛൻ ത്രിവിക്രമൻ നായർ അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു. ഉടൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ത്വരിതഗതിയിൽ നടപടി സ്വീകരിക്കുകയായിരുന്നു. അന്വേഷണത്തിന്റെ ശാസ്താംകോട്ട അത് നമ്മൾ പറയുന്നത് ഡിവൈഎസ്പി. അങ്ങനെയാണ് സംഭവം. അപ്പോ കാര്യം ആ ഒരു ടൈമിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിലും പോസ്റ്റുകളിലൂടെ ഒക്കെ വിസ്മയക്കൊക്കെ നല്ല സപ്പോർട്ട് കൊടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതായത് അയ്യോ എല്ലാവരും തന്നെ, ഞാൻ മാത്രമല്ല എല്ലാവരും അത്രയും നല്ല സുന്ദരിയായ കൊച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഒരു കൂടുതൽ ഹൈപ്പ് കിട്ടിയ ഒരു വിഷയമാണ്. പക്ഷെ പോകെ പോകെ നമ്മുടെ ഒരു കാര്യം തിരിച്ചറിഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിലും കിരൺകുമാർ ശിക്ഷിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടാത്തതും ഒരു ഘട്ടം അതെന്താണോ ചിലപ്പോ ചില കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സുപ്രീം കോടതിയുടെ വിധിയോട് അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കാം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. കുറേയേറെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ അവർ പറഞ്ഞത് ചിലപ്പോൾ അവർക്ക് ന്യായീകരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ഒരു സംഭവം ഒരു തുടക്കമായിരുന്നു. ചില കുട്ടികളുടെ ഒരു ആത്മഹത്യ, ഇതുപോലെ ഭർത്തൃവീട്ടില് പീഡനത്തിന്റെ ഒരു സംഭവം. അപ്പൊ ഇതിന് കുറേയധികം ഹൈപ്പ് അങ്ങ് കൊടുത്തത് കൊണ്ടും ഇതില് ചില ഒരു വിഭാഗം മറച്ചു വെച്ചത് കൊണ്ടും ഇതൊരു നെഗറ്റീവിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. അതായത് എന്റെ ഒരു അഭിപ്രായത്തിലും ഇത്രയേറെ തുകയൊക്കെ കൊടുത്ത് സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച ആ വിസ്മയുടെ അച്ഛനും അമ്മയും ആരൊക്കെയാണോ കൊടുത്തത് അവർക്കും കൂടെ ശിക്ഷ കൊടുക്കണം എന്നൊരു ഇതുണ്ട്. കാരണം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് എന്ന് നിലനിൽക്കെ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇത്രയേറെ സ്വർണ്ണക്കട്ടിക്കും പൈസക്കും വേണ്ടി വിലയിട്ട്, ഏതാണ്ട് നമ്മള് പശുവിനെയൊക്കെ അല്ലെങ്കിൽ പോത്തിനെയൊക്കെ പോയി വാങ്ങുന്നതും കൊടുക്കുന്നതും പോലെ ഒരു ഇടപാട് പോലെ ഒരു കല്യാണം, ആ ഒരു കല്യാണം കഴിപ്പിച്ചത് ആണ് ഏറ്റവും വലിയ തുടക്കത്തിൽ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. അത് എത്രയൊക്കെ സ്ത്രീധനം വേണ്ട, സ്ത്രീധനം കൊടുക്കരുത്, വാങ്ങരുത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും ഒന്നുമില്ലേലും BAMS അതായത് ആയുർവേദ മെഡിക്കൽ കോളേജിൽ സ്റ്റുഡന്റ് ആയ ഒരു പെൺകുട്ടിക്ക് അവളുടെ വ്യക്തിത്വം മറക്കുന്ന, അതായത് അവളെന്ന് പറഞ്ഞ ഒരു പെണ്ണിന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഈ സ്ത്രീധന കച്ചവടം അല്ലെങ്കിൽ ഈ സ്ത്രീധനം കൊടുക്കലും വാങ്ങലും നടന്നിട്ടുള്ളത്. അപ്പൊ ഒരു ആർത്തി മൂത്തൊരുത്തൻ ഒരു കുട്ടിയെ ചോദിച്ചു വരുമ്പോൾ ഇത്ര സ്ത്രീധനം വേണം എന്ന് ചോദിക്കുന്നിടത്തത് കൊടുക്കാം എന്ന് പറഞ്ഞവരും വേണമെന്ന് ആവശ്യപ്പെട്ടവരും ഒരേപോലെ കുറ്റമുണ്ട് എന്നത് നമ്മുടെ ഈ വിഷയത്തെ കുറച്ച് കൂടുതൽ ചിന്തിച്ചപ്പോ തോന്നി. എന്നിട്ട് അത് പോരാ, ആ കാർ പോരാ, ഈ കാർ മതി, മറ്റത് മതി, മറിച്ചത് മതി എന്നൊക്കെ പറയുന്നവർ ഇത് അംഗീകരിച്ചു കൊടുത്തല്ലോ, അതൊരു വശം. പക്ഷെ അതിനേക്കാളും പിന്നീട് വിസ്മയുടെ അച്ഛനും അമ്മയും തന്നെ ഇതില് അതായത് സമൂഹത്തിനൊരു മാതൃകാപരമായ ശിക്ഷാവിധി നടപ്പിലാക്കി എന്ന് സമൂഹത്തിലോട്ടൊരു മെസ്സേജ്, അതായത് ഇനി ഒരു ആളും സ്വന്തം മക്കളെ പെൺകുട്ടികളെ ഒരു പോത്തിനെ വിൽക്കുന്ന പോലെ അല്ലെങ്കിൽ മാടിനെ വിൽക്കുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങുന്നതോ വിൽക്കുന്നതോ പോലെയൊക്കെ ഒന്നും അവരുടെ ലൈഫ് കൊണ്ട് വെക്കരുത്. അതാണ് പ്രധാനപരമായിട്ട് ഇതിലൊരു പറയേണ്ട കാര്യം. അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സൈഡ് പാടെ അവരും ഈ ഒരു ആരും തന്നെ ചർച്ച ചെയ്ത് കണ്ടില്ല, അല്ലെങ്കിൽ വല്ലവരും ഒക്കെ അവിടെ നിന്ന് പറഞ്ഞെങ്കിലായി. എന്നാലും ഏറ്റവും കൂടുതൽ സ്വന്തം മകളല്ലേ, മകളെ ചോദിച്ച ഒരാള് വരുമ്പോ അയാൾ ഇത്ര ചോദിക്കുമ്പോ കല്യാണം നമ്മൾ കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ലൈഫിലോട്ട് നമ്മൾ സെക്യൂർ ആയിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഇവർ ഈ സ്ത്രീധനം ആവശ്യപ്പെടുമ്പോ മനസ്സിലാക്കാനുള്ള ബോധമേ ഉള്ളോ ഇവരുടെ വീട്ടുകാർക്കും? അതും ഈ ഒരു കേസിന് ശേഷം ഇത്രയേറെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അച്ഛനെയാണ്, മകളുടെ മരണത്തിന് ശേഷം ഫൈറ്റ് ചെയ്യുന്ന ഒരു അച്ഛനെയാണ് എല്ലാവരും കണ്ടത്. ആ അച്ഛന് ആ ഒരു ചിന്ത, സ്വന്തം മകളുടെ ജീവിതം സുരക്ഷിതമായ കൈകളിലോട്ട് എത്തിക്കണമെന്ന ചിന്ത അന്നുണ്ടായില്ലല്ലോ. ഇനി അന്നുണ്ടായില്ല, പോട്ടെ. ആ ഒരു സമയത്ത് മകളെ ആർഭാടമായിട്ട് കെട്ടിക്കുന്നത്, അതായത് ആരും ചോദിച്ചു വരുന്നവർക്ക് സ്ത്രീധനം കൊടുക്കാതെ അല്ലാതെ മകളുടെ സന്തോഷത്തിന് വേണ്ടി അവർ എത്രയേറെ കൊടുത്തിരുന്നേ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ മകളുടെ കല്യാണം ആർഭാടം ആയിട്ട് നടത്തണം എന്നൊരു ചിന്തയിലായിരുന്നു ഒരു സ്ത്രീധനം കൊടുത്തിരുന്നെങ്കിൽ ഓക്കെ. പക്ഷെ ഇത് ചോദിച്ചു വന്നവർക്ക് കൊണ്ട് ഇത്ര തരാം, അതുപോലെ ഇത്തിരി കൂടെ തരാം എന്ന് പറയുന്നിടത്ത് എവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിന് ആ മകളോടുള്ള സ്നേഹം? എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വന്തം മകളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പെണ്ണ് കാണാൻ വരുന്ന ഒരുത്തൻ ചോദിക്കുന്നു ഇത്ര വേണമെന്ന് പറയുമ്പോ ഇറങ്ങടാ ഇവിടുന്ന് പറയണം.
നീ ഇത് വേണമെങ്കിൽ നീ വേറെ വല്ലയിടത്തോട്ടും പോകണമെന്ന് പറയണം. അതിന് പകരം 100 പവൻ പോരെ, 101 തന്നേക്കാം, അല്ലെ 110 തന്നേക്കാം, അല്ലെ 120 തന്നേക്കാം, 10 ലക്ഷത്തിന് വേറെ പോരെ, നീ 20 ലക്ഷത്തിന് തന്നേക്കാം എന്ന് പറയുന്നിടത്ത് എവിടെയാണ് അച്ഛൻ മകൾ ബന്ധം, അല്ലെങ്കിൽ അച്ഛൻ മകൾ യഥാർത്ഥ സ്നേഹിക്കുന്നത്? അത് യഥാർത്ഥ സ്നേഹമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. യഥാർത്ഥ സ്നേഹമാണെങ്കിൽ എന്റെ മകളെ ചോദിച്ചു വരുന്നവൻ ഇങ്ങനെയാണെങ്കിൽ അവന് ഞാൻ കൊടുക്കില്ല എന്ന് പറയണം. അത് പറയാതെ പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെ മുതലാണ് ആ കുട്ടിയുടെ ലൈഫ് പോയത്. അത് അവർക്കും തോന്നിയിട്ടില്ല, മറ്റുള്ളവർക്കും തോന്നിയിട്ടില്ല എങ്കിൽ അത് തോന്നി. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മേനെയും കൂടെ പ്രതി ചേർത്ത് കുറച്ച് ശിക്ഷയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അത് സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്, അതിനേക്കാൾ ഉപരി വിസ്മയുടെ അച്ഛനും അമ്മയും കുറ്റക്കാരാണ് എന്നത്, അല്ലെങ്കിൽ കുടുംബം കുറ്റക്കാരെന്നത് ഈ കുട്ടിയുടെ വോയിസ് ഒരുപാട് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാനിപ്പോ എടുത്ത് വെക്കുന്നില്ല, കാരണം എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ കണ്ടും എടുത്തിട്ടുണ്ടാവാം. സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഇപ്പോഴും കിടപ്പുണ്ട്. യൂട്യൂബിലൊന്നും ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും വിസ്മയുടെ വോയിസ്. അതെല്ലാം വീട്ടുകാർ അവളെ അറിയിക്കുന്നുണ്ട്, അച്ഛ ഇപ്പൊ എന്നെ വിളിച്ചോണ്ട് പോ, ഇനി നിങ്ങൾ വിളിച്ചോണ്ട് എന്നെ പോയില്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണില്ല എന്ന് പറയുന്നിടത്ത് അച്ഛൻ പറയണ്ടേ ഇത്രയേറെ മകള്. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആർഭാടമായിട്ട് കല്യാണം കഴിപ്പിച്ചയച്ചത്. ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ പ്രശ്നം അത് തന്നെയാണ്. മറ്റു നാട്ടുകാരെ ബോധിപ്പിക്കണം, കുടുംബക്കാരെ ബോധിപ്പിക്കണം, ബന്ധുക്കളെ ബോധിപ്പിക്കണം. അല്ലാണ്ട് സ്വന്തം മകൾ പേഴ്സണലി വിളിച്ചിട്ട് അച്ഛൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകുന്നു പറയുമ്പോൾ റിയാക്ട് ചെയ്യാത്ത അച്ഛൻ, ആ അച്ഛനെ എങ്ങനെ അച്ഛാന്ന് വിളിക്കാൻ പറ്റും? അയാൾ നീതി വേണം എന്ന് പറഞ്ഞ് ഏത് പടി വരെ ഏത് അറ്റത്ത് വരെ പോയെന്ന് പറഞ്ഞാലും അന്ന് ആ കുട്ടി ഫോൺ വിളിച്ചപ്പോ മോളെ ശരി നിർത്ത്, പോന്നേക്ക് ഇങ്ങോട്ട് എന്നൊരു വാക്കച്ഛൻ പറയുമായിരുന്നു ആ വിസ്മയുടെ അച്ഛൻ. അവിടെ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മോൾ ഇങ്ങോട്ട് വന്നേക്കൂ, ഇവിടെ നിനക്ക് ഇടമുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ പറയാത്ത അച്ഛനും അമ്മയും നീതി തേടുന്നവരായിട്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സമൂഹം ചിത്രീകരിക്കുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടില്ല. അവരും ശരിക്കും നീതി നിഷേധിച്ചവരാണ്. ആ പെൺകുട്ടിക്ക്, വിസ്മയ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് നിഷേധിച്ചവരാണ്. അവർക്ക് കേസ് വന്നതിന് ശേഷം ഈ ചെറുക്കനെ ശിക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു, എനർജി ആയിരുന്നു. ആ എനർജിയുടെ 10 മതിയായിരുന്നു. ആ പെൺകുട്ടി വിളിച്ച സമയത്ത് അവളെ പോയി നീ ഇവിടുന്ന് കെട്ടും പണ്ടൊക്കെ എടുത്തോ, വീട്ടിലോട്ട് വാ, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യിപ്പിക്കായിരുന്നു, ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് പുതിയ ജീവിതം കൊടുപ്പിക്കായിരുന്നു. അത് എന്തോരം കാര്യങ്ങൾ ചെയ്യായിരുന്നു വീട്ടുകാർക്ക്. അത് അവർ ചെയ്തില്ല എന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പൊ മാതൃകാപരമായ ശിക്ഷ പോകണമെങ്കിൽ ഇനിയെങ്കിലും സ്ത്രീധനം കൊടുക്കുന്നവര്, ഇനി എവിടെയെങ്കിലും ഒരു സ്ത്രീധന പീഡനം ഉണ്ടായി ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കട്ടെ, അഥവാ ഉണ്ടായാൽ സ്ത്രീധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തവരെയും കൂടെ പ്രതി ചേർക്കണം. അതാണ് ശക്തമായ നിയമത്തിലോട്ട് വരേണ്ടതെന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. അത് കൊടുക്കുകയും ചെയ്തു. ആ കുട്ടിയുടെ വ്യക്തിത്വം, അതായത് ആ പെണ്ണ് കാണാൻ വന്ന വ്യക്തിയുടെ മുന്നിൽ ഈ പെണ്ണ് എന്ന് പറഞ്ഞൊരു ഇത്രയും ഭംഗിയുള്ള അല്ലെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയുടെ വ്യക്തിത്വത്തിന് ഒരു വിലയില്ലാത്ത രീതിയിൽ അവളെ കച്ചവടമാക്കിയത് വീട്ടുകാർ തന്നെയാണ്. എന്തിന്? ഇപ്പോഴും ഇന്നലെയും കൂടെ ഒരു വാർത്തയിൽ കണ്ടു, തമിഴ്നാട്ടിൽ ഇങ്ങനെ കൊച്ചു വിളിച്ച് കരയുക, ഞാൻ അവിടെ നിൽക്കത്തില്ല, എനിക്കിനി പറ്റത്ത. അത് എത്ര കോടിക്കണക്കിന് സ്വത്തൊക്കെയാണ് സ്ത്രീധനായിട്ട് കൊടുത്തത്. എന്നിട്ട് പോലും അത് പോരാന്ന് പറഞ്ഞ് ആർത്തി പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും പണ്ടാര ചെറുക്കന്മാർക്ക് കൊണ്ട് തൊലപ്പിക്കാനുള്ളതല്ലല്ലോ പെൺകുട്ടികളുടെ ജീവിതം. എന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ അടുത്ത് എങ്ങാനുമാണ് ഇങ്ങനെ വല്ലവരും ഈ ഒരു നമ്മുടെ വ്യക്തിത്വത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിന് ഏതെങ്കിലും 1 രൂപ എന്ന രീതിയിൽ നമ്മളുടെ അടുത്ത് കണക്ക് പറയുന്ന ഒരാളെ ഞാൻ, അത് ആണായാലും പെണ്ണായാലും, നമ്മുടെ വ്യക്തിത്വത്തെ മറച്ചു പിടിക്കുന്ന ഒരു സന്ദർഭമാണ് ഞാൻ റിയാക്ട് ചെയ്യും. അതിപ്പോ സ്ത്രീധനത്തിന്റെ കാര്യത്തിലായാലും അല്ലാത്ത കാര്യത്തിലായാലും നല്ല ആട്ട് വെച്ചു കൊടുക്കും. അത് മാത്രമല്ല, എന്റെ അടുത്താണ് ഇപ്പൊ സപ്പോസ് എന്റെ ഭർത്താവ് എങ്ങാനും അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഇത്ര രൂപ വേണം, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് പോരാന്നൊക്കെ എന്റെ അടുത്ത് വില പേശുന്ന വർത്താനം പറഞ്ഞാൽ ഞാൻ പറയും പോടാ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ പച്ചക്ക് ചോദിക്കും, എനിക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു മെസ്സേജ് തരാനുള്ളത്, അങ്ങനെ ഏതെങ്കിലും ഒരാണ് നമ്മളുടെ വ്യക്തിത്വത്തിന് വിലയിട്ട് സംസാരിക്കാൻ അവനോട് ഫസ്റ്റ് ചോദിക്കേണ്ടത്, നിന്റെ ഏതെങ്കിലും അവയവം സ്വർണം കൊണ്ടുണ്ടാക്കിയതൊന്ന് കാണിക്കുക. ഇത്രക്കൊക്കെ വിലയൊക്കെ ചോദിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അതിനും തക്ക വില കൂടിയ ഐറ്റം അവർക്ക് എന്തെങ്കിലും വേണ്ടേ? അവർക്ക് അത്രക്കും വില കൂടിയ ഐറ്റം ഒന്നും ഇല്ലല്ലോ. ദൈവം സൃഷ്ടിച്ചു വെച്ച പച്ചയായ മാംസവും അതിൽ തൊലിയും അസ്ഥിയും മജ്ജയും മാംസവും ഒക്കെ നമ്മുടെ ശരീരമുള്ളവര് അവര് വന്നിട്ട് വലിയ ആഠ്യത്വത്തില് സ്ത്രീധനം ചോദിക്കുന്നവരൊക്കെ മുഖത്ത് തുപ്പണം.
തല്ലണം, ചെരുപ്പൂരി തല്ലണം. ഇത് പണ്ട് പറഞ്ഞതാ, മതം നോക്കണം അവന്റെ മുഖത്ത് തുപ്പുന്നത് പോലെ ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു സ്ഥലത്ത് കിരൺകുമാർ ശിക്ഷിക്കപ്പെട്ടോ ശിക്ഷിക്കപ്പെട്ടില്ലയോ എന്നത് ഇപ്പൊ എന്റെ മനസ്സിലെ രണ്ടാമത്തെ ചോദ്യമാണ്. മേ ബി അയാളുടെ ഒരു വശം എന്ന് വെച്ചാൽ അയാളുടെ ലൈഫിൽ ഇവര് നല്ല രീതിയിൽ പണി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു പണി ഇപ്പൊ കൊടുക്കണതിന് വരെ അന്ന് കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടി ജീവിച്ചിരുന്നാണ്. അയാളുടെ ജോലി പോയി, അയാൾ കഷ്ടപ്പെട്ട് പഠിച്ച നേടിയ ജോലിയാണ്. ആ ഒരു ചെറിയ 10-24 വയസ്സിനുള്ളിൽ അയാൾക്ക് ആ ജോലി കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ തന്നെ ആയിരിക്കും. പക്ഷെ അയാൾ അതൊക്കെ ഡിമാൻഡ് ആക്കി വെച്ചു. അപ്പം ഇപ്പൊ അയാളുടെ ജോലി പോയി. പിന്നെ ഈ കുട്ടീനെ ഇയാൾക്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണം ഇയാൾ ചെയ്തിട്ടില്ല. അവര് തമ്മിൽ ഒരു വഴക്ക് നടന്ന സമയത്ത് ഈ കുട്ടി പോയി ചെയ്തതിൽ അയാൾക്ക് വലിയ വഴക്കില്ല എന്ന രീതിയിലൊക്കെ വഴക്കാണ്. വഴക്കൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇത് കാണുന്നവരോട് പറയാനുള്ളത്, വഴക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഫാമിലിയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ വഴക്കൊക്കെ ഇല്ലെങ്കിലാണ് അവിടെ ഒരു പ്രശ്നം. നമ്മൾ നോർമൽ മനുഷ്യനാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രീതിയിൽ സംസാരവും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നും പറഞ്ഞ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നത് വിഡ്ഢികളാണ്. നമ്മളുടെ അടുത്ത് ആരെങ്കിലും എന്താടി എന്ന് ചോദിച്ചാൽ നീ എന്താടാ എന്ന് ചോദിക്കാൻ പഠിക്കണം. അങ്ങനെ പഠിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ കാലഘട്ടത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിലും ജീവിക്കാൻ പറ്റില്ല. നന്നായിട്ട് റിയാക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പോ ഈ കുട്ടി ചെയ്യേണ്ടത്, ഈ കുട്ടിയാണെങ്കിലും ചെയ്യേണ്ട കാര്യം, അത്രക്കും കൊള്ളില്ലാത്തൊരു ഭർത്താവായിരുന്നെങ്കിൽ അവൾക്ക് അവിടെ നല്ലൊരു സ്വന്തം വീടുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവരതിനു മുന്നേ എടുത്ത് വെച്ചിരുന്ന റീൽസിലൊക്കെ അന്നാരം പുന്നാരം അടയും ചക്കരയും പോലുള്ള ആങ്ങള പുന്നാരം അതൊക്കെയാണ് അവരുടെ ഇതില് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു അവര് പ്രകടിപ്പിച്ച ആ സ്നേഹത്തിന്റെ എവിടെയെങ്കിലും ഒരു 1% സത്യം ഉണ്ടായിരുന്നെങ്കിൽ അവള് ഇവിടുത്തെ പ്രശ്നം കൊള്ളില്ലാന്ന് ഡയറക്റ്റ് വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് നമുക്ക് ഡിവോഴ്സ് വാങ്ങിച്ചു പോകായിരുന്നു. അതൊന്നും ചെയ്യാതെ ഒരു നിമിഷത്തിന്റെ ബുദ്ധിയില്ലായ്മയിൽ പോയി ഇങ്ങനെ കാണിച്ചതിൽ അത് ആ പെൺകുട്ടിയുടെ ബുദ്ധിയില്ലായ്മ തന്നെയാണെന്ന് ഒരു പക്ഷേ കോടതിയിൽ തെളിയിക്കാൻ ഈസി ആയിട്ട് പറ്റും. അല്ലെങ്കിൽ മേൽക്കോടതിയിൽ, ഈ കേരളത്തിലെ കോടതികളില് ഇവരുടെ വക്കീൽ ജയിച്ചു, പ്രോസിക്യൂഷൻ ജയിച്ചു. പക്ഷെ വേണമെങ്കിൽ കുറച്ച് ഉയർന്ന കോടതിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു എടുത്തുചാട്ടം, എന്തൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ആയുർവേദ ഡോക്ടർ അല്ലെ ഭാവിയിൽ മുന്നില് രോഗങ്ങളുമായിട്ട് വരുന്നവരെ ചികിത്സിക്കേണ്ട, അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ, അതായത് ഭാവിയിൽ ചിലരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരു പെൺകുട്ടിയല്ലേ. ആ പെൺകുട്ടി സ്വന്തം ജീവിതത്തിലൊരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം, സത്യം പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നമാണ്. സ്ത്രീധനമൊക്കെ ചോദിക്കുന്നവർ നിസ്സാരമായിട്ട്, പിന്നീട് വേറൊരു ചെറിയൊരു പ്രശ്നത്തെ അവൾക്ക് വലുതാക്കി തോന്നിപ്പിച്ചത് അവളുടെ വീട്ടുകാരാ. അവളിങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഐ തിങ്ക് അമ്മയുടെ വോയിസ് ആണെന്ന് തോന്നുന്നു, അത് നാത്തൂന്റെ വോയിസ് ആണെന്ന് അറിയില്ല. അമ്മയുടെ വോയിസ് ഇങ്ങനെ പറയുമ്പോൾ സാരയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂ എന്ന് പറയുന്ന ഒരു കോൾ റെക്കോർഡിങ് എപ്പോഴോ പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസിൽ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറയുന്ന അമ്മയും അച്ഛനും ഉള്ളതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിലെ പ്രശ്നം. അപ്പം കിരൺകുമാറിന് ശിക്ഷ കിട്ടുന്നതിനൊപ്പം സ്ത്രീധനം കൊടുത്ത് ഇവർക്കും കൂടെ ശിക്ഷ കൊടുക്കണം. പക്ഷെ അത് ആരും, ഒരു സാമൂഹ്യ എന്താ പറയാ ആക്ടിവിസ്റ്റുകൾ ആരും അതിനെക്കുറിച്ചൊന്നും സംസാരിച്ച് കണ്ടില്ല. എല്ലാവരും വിസ്മയോടുള്ള ഒരു ദയ, അല്ലെങ്കിൽ വിസ്മയോട് തോന്നിയ ഒരു അരിവ് വിസ്മയുടെ വീട്ടുകാർക്കും കൊടുത്തു. പക്ഷെ വിസ്മയുടെ വീട്ടുകാർക്ക് യാതൊരുവിധ ദയം അർഹിക്കുന്നില്ല. കാരണം അവരാണ് ആ കുട്ടിയുടെ ജീവിതം എടുത്ത് സ്പോയിലാക്കി കൊടുത്തത്. ചിലപ്പോൾ അവർക്ക് അതിനൊരു കുറ്റബോധം ഉണ്ടായിരിക്കും. ആ ഒരു കുറ്റബോധം കാരണമായിരിക്കും അവരിപ്പോ ഇത്രയേറെ ഇവനെ പണി കൊടുക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡ് നിൽക്കുന്നത്. അത് സ്വാഭാവികം. എങ്കിലും ഇനിയെങ്കിലും ആരും ഇത്രയൊക്കെ സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്ക് സ്വന്തം കുട്ടികളെ കൊടുക്കരുത്. അങ്ങനെ സ്ത്രീധനം ചോദിച്ചു വരുന്നവരെ ആട്ടിവിടാൻ പഠിക്കണം സമൂഹം, അല്ലെങ്കിൽ അമ്മയും അച്ഛനും ആരാന്ന് വെച്ചാൽ. അവർക്ക് വേണ്ടത് അതാണെന്ന് മനസ്സിലായി കഴിഞ്ഞല്ലോ. അല്ലാതെ അവർക്ക് സ്നേഹിക്കാൻ ഒരു ഭാര്യനെ അല്ല അവർക്ക് വേണ്ടത്. കിരൺകുമാർ ഇങ്ങനെ ചോദിച്ചപ്പോൾ വിസ്മയുടെ അച്ഛൻ മനസ്സിലാക്കേണ്ടത് കിരൺകുമാറിന് ആവശ്യം സ്നേഹിക്കാൻ ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഒരു ഇണയോ തുണയോ ഒന്നുമല്ല. അയാൾക്ക് വേണ്ടത് കാശാണ്. അപ്പൊ കാശ് വാങ്ങണമെങ്കിൽ പലിശക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു വിടണം. അല്ലാതെ കുട്ടിയെ കൊടുക്കത്തില്ല എന്നവർക്ക് പറയാൻ പറ്റണമായിരുന്നു. അതും ഒരു കൊറോണയുടെ സമയത്താണ് ഈ സംഭവം, കല്യാണമൊക്കെ നടന്നതെന്ന് തോന്നി. ഇത്ര ഇടി പിടിയെന്നും പറഞ്ഞ് അവര്, പോട്ടെ, ചിലപ്പോൾ ദൈവം അങ്ങനെ ആയിരിക്കാം തീരുമാനിച്ചു വെച്ചതിന്റെ പ്രശ്നമായിരിക്കാം. എന്നാലും ഇനിയെങ്കിലും ഈ മാതൃകാപരമായ ഒരു ശിക്ഷ എന്ന് പറഞ്ഞ സ്ത്രീധനം കൊടുക്കുന്നതാരായാലും അവർക്കും കൂടെ കൊടുക്കണം ശിക്ഷ ഇങ്ങനത്തെ കേസിൽ. പിന്നെ വേറൊരു കാര്യം, ഈ വിസ്മയോടൊപ്പം തന്നെ ആ ഒരു വർഷം തന്നെ ഒരുപാട് ഒരു 5-6 പേര്, ഞാൻ ഓർമ്മയിൽ തന്നെ 5-6 പേര്, 5-6 പെൺകുട്ടികൾ ഇതുപോലെ ഭർത്തൃ വീട്ടില് സ്ത്രീധന പീഡനത്തിന് മരണം സംഭവിച്ച ആത്മഹത്യ ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ കൊലപാതകം എന്ന് പറഞ്ഞ വരെ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും കണ്ടില്ല. അവരുടെ ഒന്നും കേസ് ഇത്ര ഫാസ്റ്റിൽ പോയില്ല. അവർക്ക് ആർക്കും
കേസ് കോടതിയിൽ ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോന്ന് പോലും വാർത്തയിലൊന്നും കാണുന്നില്ല. അപ്പോ ഈ ഒരു എന്താ പറയാ, ചിലർക്ക് അതെന്താ വിസ്മയസുന്ദരി സമ്പത്തുള്ളവളും പിടിപാടുള്ളവളും ആയതുകൊണ്ടാണോ? അങ്ങനെയുള്ളൊരു ചോദ്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ഒരു ഇത് കാണുന്ന പെൺകുട്ടികളോട് പറയാനുള്ളത്, നമ്മളുടെ അടുത്ത് 1 രൂപ എങ്കിൽ 1 രൂപ ആ ഒരു നമ്മളെ സ്ത്രീധനം ഇന്നത് വേണം എന്നും പറഞ്ഞ് നമുക്ക് നമ്മുടെ കല്യാണം ആർഭാടമായിട്ട് സ്വന്തം ഇഷ്ടത്തിന് നടത്തണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ എടുക്കാമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ കല്യാണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം. അത് ഒരാൾ വന്ന് ചോദിച്ച് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് ചോദിച്ചുകൊണ്ട് പോകുന്ന ബന്ധങ്ങളല്ല. അവിടുന്ന് നമ്മള് പിന്നോട്ട് മാറി. അപ്പൊ വിസ്മയ പറയണായിരുന്നു, എനിക്ക് ഈ ചെക്കൻ വേണ്ട എന്ന് പറയണായിരുന്നു. അതിന് വേണമായിരുന്നു അവളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടിയ വിവേകം ഉപയോഗിക്കേണ്ട സമയം അപ്പോഴായിരുന്നു. പക്ഷെ ആ ഒരു വിദ്യാഭ്യാസം വെറും വിദ്യാഭ്യാസമായി, വിദ്യാഭ്യാസം ഒന്നും ഒരു മാനദണ്ഡവുമല്ല ചില ആരുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സമൂഹമായിട്ട് കുറച്ച് ബന്ധമുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ വിവേകം എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മുടെ ലൈഫിൽ നല്ലത് ചൂസ് ചെയ്യാൻ പറ്റണം. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ചൂസ് ചെയ്തത് കൊള്ളത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവിടുന്ന് നല്ല രീതിയിൽ പിന്തിരിഞ്ഞ് പോകാനും പറ്റണം. അല്ലാണ്ട് ഉടനെ എടിപിടിയെന്നും പറഞ്ഞു. പിന്നെ വിസ്മയ്ക്ക് കൊടുത്ത് കുറെ സപ്പോർട്ട് കണ്ടിട്ട് കുറെ അധികം പെൺകുട്ടികൾ സൂയിസൈഡ് ടെൻഡൻസി കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഭർത്തൃ വീട്ടിലെ പീഡനം എന്തിന്? അങ്ങനത്തെ ആവശ്യമുണ്ട്. നമുക്ക് എത്രയോ മാർഗങ്ങളുണ്ട്. നിയമപരമായിട്ട് പോവാം. ഇന്നൊരു കാര്യത്തിൽ ചിലപ്പോൾ തോറ്റു പോകുമായിരിക്കും, സാരയില്ല, നിയമപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ റിയാക്ട് ചെയ്യാം. ഇനി അത് പറ്റത്തില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം എല്ലാവരുടെയും കയ്യിലുണ്ട്. ആ ഒരു സാധനത്തിൽ നമുക്ക് എനിക്ക് എന്തെങ്കിലും ഇമോഷണലി എന്തെങ്കിലും ഒരു ഇംബാലൻസ് വന്നെന്ന് തോന്നിയ ചില പ്രശ്നങ്ങൾ എനിക്ക് എന്റെ കയ്യിൽ നിൽക്കാത്തതാണെന്ന് തോന്നി ഞാനത് എഴുതിയോ പറഞ്ഞോ സോഷ്യൽ മീഡിയയിൽ അറിയിക്കും. എനിക്കതിന്നൊരു സൊല്യൂഷൻ കിട്ടും. അപ്പൊ ചിലർ പറയും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ കൊണ്ട് ഇടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ, വിസ്മയെ സംബന്ധിച്ചുള്ളിൽ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന പോലത്തെ ഒരു അവസ്ഥ റിയാക്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ റിയാക്ട് ചെയ്യണം. അത് മറ്റുള്ളവർ പലതും പറയുമായിരിക്കും, അങ്ങനെയാണ്, ആനയാണ്, ജനയാണ്, കൂടിയാണെന്ന് പറയും. പക്ഷെ നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് ഇത്തരം പ്രശ്നങ്ങളെ ഏതെങ്കിലും വിധത്തിൽ അതിജീവിക്കാൻ പറ്റണം. അതാണ് ഒരു കാര്യം. ഇപ്പൊ ഞാൻ എന്റെ നാട്ടുകാരുടെ വീട്ടുകാരെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞൊരു സാധനം എന്റെ നാട്ടിലൊരു ചേച്ചിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ആ ചേച്ചി ഒരു 5-6 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് ഇതുപോലെ വീട്ടില് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് ആ ചേച്ചി ഇങ്ങനെ തൂങ്ങാൻ വേണ്ടിയിട്ട് കുരുക്കൊക്കെ ഇട്ടെടുത്തുനിന്ന് എല്ലാവരും കൂടെ ഓടിച്ചെല്ലുമ്പോൾ ഞാനും കൂട്ടത്തിൽ ഓടിച്ചെന്നപ്പോഴാണ് ആ ചേച്ചി. അപ്പൊ ഞാനിങ്ങനെ ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ കണ്ടത് ആ ചേച്ചി ഇങ്ങനെ തൂങ്ങിരിക്കാനുള്ള സാധനം ഇട്ട് വെച്ചിരിക്കുക. അപ്പൊ അത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ തന്നെ ഭർത്താവ് കൊള്ളത്തില്ല. ആ ചേച്ചിയാണെങ്കിൽ ഇറങ്ങി പോയി സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചിട്ട് ഗർഭിണിയായിട്ട് ഭർത്താവ് നോക്കാനില്ല, ഭർത്താവിന്റെ വീട്ടുകാർ നോക്കാനില്ല. സ്വന്തം വീട്ടിൽ വന്ന് നിന്നിട്ട് ആട്ടും തുപ്പൊക്കെ നിന്ന് എന്തൊക്കെയോ ഭർത്താവ് വന്നപ്പോ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ആ ചേച്ചിനെ ഈ ചേച്ചി ഇറങ്ങിപ്പോയ കാലം മുതല് അല്ലെങ്കിൽ അതിനു മുന്നെയോ എന്തൊക്കെയോ ഇങ്ങനെ നാട്ടുകാർ കുറ്റം പറയുന്നുണ്ട്, ഈ ഭർത്താവായിട്ടുള്ള പ്രശ്നത്തിന് കുറ്റം പറയുന്നുണ്ട്. പിന്നീട് ഈ ചേച്ചി പ്രസവിച്ചു കഴിഞ്ഞിട്ടും കുറച്ച് ഹസ്ബൻഡുമായിട്ട് സെപ്പറേഷൻ നിന്ന സമയത്തും കുറ്റം പറയുന്നുണ്ട്. കുറ്റം പറയാനുള്ളവർ എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ ഇവരെ നോക്കി. പക്ഷെ പിന്നീട് എന്തെന്ന് ചോദിച്ചാല് ആ ചേച്ചി കുറേയധികം പഴികളും കരച്ചിലും വീഴ്ചകളും ഒക്കെ കഴിഞ്ഞെങ്കിലും ഇന്ന് ആ ചേച്ചിയുടെ ഒരു ലൈഫ് നല്ല രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. മുന്നത്തെ ബന്ധത്തിൽ നിന്ന് മാറി വേറൊരു ചേട്ടനെ കല്യാണം കഴിച്ചു, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. മനുഷ്യരല്ലേ, ജീവിക്കാനുള്ള ഓപ്ഷനാണ്. ദൈവം തന്നൊരു ജീവിതം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്നത് വിഡ്ഢികളാണ്. ഏതെങ്കിലും വിധത്തിൽ അത് തിരിച്ചു പിടിക്കാൻ പറ്റണം, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രതികരിക്കാൻ ഒരു വഴിയില്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചോ, പക്ഷെ ആത്മഹത്യ ചെയ്യരുത്. കാരണം നമുക്ക് നമ്മളുടെ മനസ്സെന്ന് പറഞ്ഞ സാധനത്തെ കൺട്രോൾ ചെയ്യണ്ടേ. ആ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. അല്ലാണ്ട് വലിയ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു കോട്ട് ചുമ്മാ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് വശങ്ങൾ ഈ കാര്യത്തിലുണ്ട്. നമ്മളുടെ കഴിഞ്ഞ ദിവസം ഞാൻ IB ഉദ്യോഗസ്ഥ മേഘയുടെ ഒരു സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു കമന്റ് ഇട്ടു. അയാൾ സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സൈക്കോ ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ അയാളുടെ കമന്റ് വായിച്ചാൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന വല്ലവരും കണ്ട അവര് പോയി തൂങ്ങിച്ചാവും. കാരണം ഞാൻ ആ ഒരു IB ഉദ്യോഗസ്ഥയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു അത്.
അപ്പൊ ഇയാള് വന്നിട്ട് പറഞ്ഞത് ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തത് ശരിയാണ്, കാരണം അവൾക്ക് അവിടെ ജീവിതം പോയി, ഇനി അവൾക്ക് ജീവിതം ഇല്ലെന്ന് അവള് തിരിച്ചറിഞ്ഞ് അവളെ ബുദ്ധിമതിയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി സത്യം. ഞാൻ കമന്റ് ഇവിടെ കാണിക്കാം കേട്ടോ, ഉണ്ടെങ്കിൽ കാണിക്കാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ കുറച്ചൊരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെയൊക്കെയാണോ എന്ന് പറയുന്നത്. അത് ചിലപ്പോ ചിലരിങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമല്ലോ, അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് തോന്നി. പിന്നെ അയാൾക്ക് ഞാൻ കുറെ എന്താ പറയുക ഇതിന് കുറച്ച് മറുപടിയൊക്കെ കൊടുത്തു. പിന്നെ കമന്റ് കണ്ടിട്ടില്ല, ഞാൻ ആ കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടുമില്ല. കാരണം എന്താ പറയാ, എനിക്കൊരു ഭയങ്കര സ്റ്റുപ്പിഡ് ആയിട്ടുള്ള വ്യക്തി അയാളുടെ കമന്റിലൂടെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് വന്നിട്ട് കമന്റ് ആണെന്ന് തോന്നുന്നത്. കാരണം ആത്മഹത്യയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അതിജീവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണം. അല്ലാണ്ട് ഒരു നിമിഷത്തിന്റെ സമൂഹം സപ്പോർട്ട് ചെയ്യേണ്ട ആരെങ്കിലും ഇത്തരം ഭർത്താവായിട്ട് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാമുകനുമായിട്ട് പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം ഇത്തരം ബുദ്ധിമുട്ടിൽ നിന്ന് റിക്കവറായി അതിജീവിച്ച് വന്നവരെ സത്യം പറഞ്ഞ ഈ സൊസൈറ്റി നന്നായിട്ട് വരട്ടും, കുറ്റം പറയാം. അവൾ അങ്ങനെ പോയില്ല, ഇവളെങ്ങനെ പോയില്ല, മറ്റതുപോലെ മറിച്ചപോലെ. പക്ഷെ ആ സൊസൈറ്റി അങ്ങനത്തെ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിക്ക് നല്ലൊരു ചിന്ത എന്നുണ്ടാവുമോ എന്നറിയില്ല. അവർ ചെയ്യേണ്ടത് നല്ല ചിന്തയുള്ള വല്ലവരും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലൈഫിലൊരു പ്രശ്നത്തെ അതിജീവിച്ച് വരുന്ന പെണ്ണുങ്ങൾക്ക് അവർ സത്യം അതിജീവിച്ച് വന്നിട്ടുണ്ട്. അവർ നല്ല ഉശിരുള്ളവരായിരിക്കുമല്ലോ, ആ ഉശിരിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഒരു നിമിഷത്തെ ഇതില് പോയി ഇങ്ങനത്തെ ഇത് കാണിച്ച് ദൈവം കൊടുത്ത ജീവിതം കൊണ്ട് തുലക്കുന്നവർക്ക് സപ്പോർട്ട് കൊടുത്താൽ വീണ്ടും വീണ്ടും സമൂഹത്തിൽ നെഗറ്റീവ് വരും. അതായത് വിസ്മയുടെ കേസിൽ വിസ്മയ്ക്ക് ഒരുപാട് സപ്പോർട്ട് എടുത്തപ്പോ ശരി അന്ന് അങ്ങനെ ഇത് ചെയ്താൽ ഇങ്ങനെയെങ്കിലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലര് അവനെ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഒരു ടെൻഡൻസിയിൽ പോയി പൊട്ടത്തരം കാണിക്കുന്നവരും ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്റെ മുന്നിൽ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജയലളിത, തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജയലളിതയൊക്കെ, അവരുടെയൊക്കെ ലൈഫിൽ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ എന്തോരം പ്രശ്നങ്ങളാണ്. അവരെയൊക്കെ നിയമസഭയിൽ നിന്ന് വരെ അവര് പുറത്തിറക്കിയ പോലെ അവര് മറ്റേ MGR മരിച്ച സമയത്ത് അവരെ ഉന്തിത്തള്ളി, അതായത് ഇൻസൾട്ടിന്റെ ഒക്കെ അങ്ങേ അനുഭവിച്ചിട്ടും അവരവരുടെ ഉശീരം കൊണ്ട് ജയിച്ച് കയറി വന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയെ. അതാണ് പെണ്ണ്. അങ്ങനെ അതിനെയാണ് പെണ്ണെന്ന് വിളിക്കേണ്ടത്. നമ്മൾക്കൊരു പെണ്ണത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ ലൈഫ് സക്സസ് ആക്കി കാണിക്കാനുള്ള, അല്ലെങ്കിൽ എത്ര പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ കാര്യങ്ങൾ നിൽക്കണമെന്നൊന്നുമില്ല. നമ്മളെപ്പോഴും നമുക്ക് ഇന്ന് നീ ഇത്തിരി ബിരിയാണി കഴിച്ചോ എന്നും പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് ആരും കൊണ്ട് തരത്തില്ലൊന്നും. നമ്മളെ പകരമോ അവിടെ ഒരു നേരമെങ്കിൽ ഒരു നേരം അല്ലെങ്കിൽ ഒരു നേരം ഒരു നേരം പട്ടിണി കിടക്ക് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മുടെ ചുറ്റിനുള്ള സൊസൈറ്റിയിലുള്ളവർ. ആ സൊസൈറ്റിയിലുള്ളവര് നമ്മളാരെങ്കിലും എന്തെങ്കിലും ചത്താൽ എന്താ അവർക്ക് വല്ലതും പോയി, അവർക്ക് പറയാൻ ഒരു ടോപ്പിക്കേ. അല്ലാതെ ഇപ്പൊ നഷ്ടപ്പെട്ടത് വിസ്മയ്ക്ക് മാത്രമാണ്, അല്ലെങ്കിൽ വിസ്മയനെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ നഷ്ടം. സുപ്രീം കോടതി പോലും ഇതിന് മറ്റൊരു ആംഗിളിൽ കണ്ടു എന്നതിന് തെളിവാണല്ലോ ആ ഒരാൾക്ക് ജാമ്യം കൊടുത്തത്. അപ്പോ നമ്മൾ അല്ലാത്തുള്ള പ്രശ്നങ്ങൾ പോലെയല്ല, ഒരാൾ അവരുടെ സ്വന്തം ലൈഫ് എടുത്ത് നശിപ്പിക്കുമ്പോ അതിന് നമ്മൾ മാക്സിമം സൊസൈറ്റിയിലോട്ട് നമ്മളുടെ ലൈഫ് തിരിച്ചു പിടിക്കാനുള്ള മെസ്സേജുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ലൈഫിൽ പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള മെസ്സേജ് കൊടുക്കുക. അല്ലാതെ ലൈഫ് കൊണ്ട് നഷ്ടപ്പെടുത്തിയവരെ ഹൈപ്പിൽ കയറ്റി വെച്ചാൽ അത് റിപ്പീറ്റ് അടിച്ച് സൊസൈറ്റിയോട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാനേ ഇടവരുത്തുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സിൽ വീണ്ടും നെഗറ്റീവ് ചിന്തകൾ. നമുക്ക് ഒരു പ്രശ്നം വന്നാൽ റിയാക്ട് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്, ആ വഴികൾ ഉപയോഗിക്കുക. വഴികൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ജീവിക്കുക. ഭർത്തൃപീഡനോ സ്ത്രീധന പീഡനോ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ പറ്റണം. അങ്ങനെ ഒരു പീഡനം ഇനി ഉണ്ടാവാതിരിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാവട്ടെ. പക്ഷെ ഓരോ പെൺകുട്ടികളും അവരുടെ ലൈഫ് സക്സസ് ആക്കി എടുക്കാനുള്ള സ്വന്തം തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റട്ടെ. മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും ബൈ.